ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കിക്ക് ഓഫ് ദേ, കുക്ക്. ഹലോ ഹലോ നോക്ക്. ലൈവ് കാണി. വെൽക്കം ബാക്ക് ടു കിക്ക് ഓഫ് കുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു ചെറിയ യാത്രയുണ്ട്. അപ്പോൾ നമുക്കതൊരു വ്ളോഗായിട്ട് പിടിച്ച് നിങ്ങൾക്കൂടായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇൻട്രോ എടുത്തപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ഇടയ്ക്ക് ജസ്റ്റ് ഒരു അലമ്പിട്ടുകൊണ്ട് നമുക്കത് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ വോയിസ് മ്യൂട്ടാക്കിയിട്ടാണ് ബാക്കി പിടിച്ചത്. അപ്പം നമ്മൾ നേരെ എന്താ പറയുക, ബൈക്കിലാണ് പോകുന്നത്. കോട്ടയം വരെ നമുക്ക് പോകണം. നമ്മൾ ഏകദേശം ഒരു 8:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഹൈവേയിൽ ബൈപ്പാസിൻ്റെ പണിയൊക്കെ നടക്കുകയാണ്. ആലപ്പുഴ ഫുള്ള് റോഡ് പൊളിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ ഫുള്ള് നമുക്കൊരു ഹൈവേ കഴിഞ്ഞ് നമ്മൾ ഇട റൂട്ട് കയറുന്നവരേക്കും നല്ല വെയിലാണ്. 8:30 ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പിന്നെ നമുക്ക് അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് വെയിൽ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കോട്ടയം എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വ്ളോഗും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ കാണാം. ഫസ്റ്റിൽ തന്നെ നമുക്ക് പെട്രോൾ അടിക്കണം കേട്ടോ. പെട്രോൾ അടിച്ചാലേ ഉള്ളൂ നമുക്ക് വണ്ടി മുന്നോട്ട് നീങ്ങത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യം പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്കുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അതുപോലെ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി നമ്മുടെ ഈ ഹൈവേ കൂടെ പോകേണ്ട കാര്യമില്ല. നമ്മൾ ഇട റൂട്ട് വഴിയാണ് പോകുന്നത്. വിയ്യപുരം, എടത്വ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയമാണ് പോകുന്നത്. അപ്പം നമുക്കൊരു തിരുവല്ല വരേക്കും ആവുന്നതുവരേക്കും അത്രയ്ക്ക് വലിയ വെയിലോ കാര്യങ്ങളോ ട്രാഫിക് ബ്ലോക്കോ ഒന്നും ഉണ്ടാവില്ല. നല്ല എന്താ പറയുക, പ്രകൃതി ഭംഗിയുള്ള ഏരിയയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. പാടം, അങ്ങനെ പാടം, കായൽ, തോട് അതൊക്കെയുള്ള ഭാഗത്തൂടെയാണ് പോകുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അങ്ങനെ നമ്മൾ ഏകദേശം മാധവ കഴിഞ്ഞ് നമ്മൾ ഇട റൂട്ട് കയറിയിട്ടുണ്ട്. മാധവായി നമ്മൾ ഇട റൂട്ട് കയറി പിന്നെ നേരെ നമ്മൾ പോകുന്നത് വിയ്യപുരം വഴി പിന്നെ എടത്വയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ, പാടങ്ങളും അതുപോലെ തന്നെ കായലും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പം നിങ്ങൾ കണ്ട് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് അങ്ങോട്ടേക്കുള്ള യാത്ര നല്ലതുപോലെ ഒന്ന് കണ്ടാലോ. അപ്പം നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കായൽ മത്സ്യങ്ങളൊക്കെ നല്ലതുപോലെ പച്ചയായിട്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടാൻ പറ്റിയ ഏരിയ ആണ്. കാരണം കായലിൻ്റെ ഏരിയയിലൊക്കെ അല്ലേ. അതുപോലെ തന്നെ താറാവ്, പിന്നെ എന്തുവാ, താറാവ് കൃഷികളൊക്കെ ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ലതുപോലെ കാണാൻ പറ്റും. നല്ലൊരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കൂടി ഇങ്ങനെ എന്താ പറയുക, സഞ്ചരിക്കാനൊക്കെ ആയിട്ട്. നമ്മൾ ഇങ്ങനെ തിരുവല്ലയ്ക്കൊക്കെ പോകുന്നത് കൂടുതലും ഈ ഒരു റൂട്ടിൽ കൂടി തന്നെയാണ്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് അമ്പലപ്പുഴ വഴി കിഴക്കോട്ടോ അതല്ലെങ്കിൽ ആലപ്പുഴ ചെന്നിട്ട് അവിടുന്ന് കിഴക്കൻ റൂട്ടുണ്ട് നേരെ ചങ്ങനാശ്ശേരിക്ക് ചെല്ലുന്ന ആ ഏരിയയിലൊക്കെ പോവാം, അങ്ങനെ പോകാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൂടെ കാണാം. ഇനി അങ്ങോട്ട് മുഴുവനായിട്ട് വരുന്നത് വിയ്യപുരം ഏരിയ ആണ്. അതുപോലെ തന്നെ അവിടെ ഫുള്ള് പാടമാണ് കേട്ടോ. ഫുള്ള് നെൽകൃഷികളാണ്, നെല്ലിൻ്റെ തൈകളാണ് ഫുള്ള് ആ പാടത്ത് കാണാൻ പറ്റുക.
നമ്മൾ വിയപുരം കഴിഞ്ഞിട്ട് എടത്വ ഏരിയയിൽ കയറിയിട്ടുണ്ട്. എടത്വയുടെ ഭാഗത്തായിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഈ കാണുന്നതാണ് എടത്വ പള്ളി. ഫേമസ് ആയിട്ടുള്ളൊരു ക്രിസ്ത്യൻ പള്ളിയാണ്. ഇവിടെ എന്തോ പള്ളി പെരുന്നാളിൻ്റെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. നല്ലപോലെ ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് എടത്വ പള്ളിയാണ്. നല്ല ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ചക്കുളത്ത് അമ്പലം. എനിക്കും വലിയതായിട്ട് അറിവില്ല, പക്ഷേ നല്ല ഫേമസ് ആയിട്ടുള്ള അമ്പലമാണെന്നറിയാം. ഈ അമ്പലത്തെ പറ്റിയിട്ടുള്ള വേറുള്ള അറിവുകളും കാര്യങ്ങളൊന്നും എനിക്കില്ല. ഇതും ഒരു ഫേമസ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ പിന്നീട് നമ്മൾ അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏകദേശം കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും തിരുവല്ല അടുക്കാറായിട്ടുണ്ട്. തിരുവല്ല ഏരിയയുടെ അടുത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എടത്വ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഏകദേശം തിരുവല്ലയുടെ അടുത്തെത്താറായിട്ടുണ്ട്. ഏകദേശം തിരുവല്ല ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഈ ഏരിയയിലാണ് നമ്മുടെ കൂടുതലും വലിയ വലിയ ഷോപ്പുകൾ, ജുവലേഴ്സ് ആയാലും ടെക്സ്റ്റൈൽ ഷോപ്പുകളൊക്കെ ആണെങ്കിലും നമ്മുടെ പരസ്യങ്ങളൊക്കെ വരുന്ന കൂടുതൽ ഷോപ്പുകളും കാണുന്നൊരു ഏരിയയാണ് തിരുവല്ല ബസ് സ്റ്റാൻഡ് സൈഡിലായിട്ട് വരുന്നത്. നമ്മുടെ മഹാലക്ഷ്മി, അതുപോലെ തന്നെ പുളിമൂട്ടിൽ കല്യാൺ സിൽക്സ്, പിന്നെ ജോസ്കോ ജുവലേഴ്സ്, അതൊക്കെ വരുന്നതൊക്കെ നമ്മുടെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ തിരുവല്ല കഴിഞ്ഞ് പിന്നെ കുറേ നമ്മൾ ഓടി അങ്ങനെ എവിടെയായി ചങ്ങനാശ്ശേരി ആയിട്ടുണ്ട്. ഇത് ചങ്ങനാശ്ശേരിയിലെ മെയിൻ ഏരിയ ആണ്. പിന്നെ ചങ്ങനാശ്ശേരി കയറി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കൂടുതലായിട്ട് ബ്ലോക്കാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് വീഡിയോസൊന്നും പിടിച്ചില്ല. നമ്മൾ കുറേശ്ശെ ആയിട്ട് ഇടക്കിട്ടാണ് വീഡിയോസ് നമ്മൾ പോയ വഴിയെ പിടിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ ചങ്ങനാശ്ശേരി കഴിഞ്ഞ് പിന്നെ കുറേയൊക്കെ ആയപ്പോഴേക്കും ഏകദേശം കോട്ടയം അടുക്കാറായപ്പോഴത്തേക്കും നമുക്ക് നല്ല ദാഹം തോന്നി. നമ്മളൊരു കടലിൽ കയറിയിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ കയറി വെള്ളം കുടിക്കാം, കുഞ്ഞിന് മൂത്ത ആൾക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞ് നല്ല ബഹളമായിരുന്നു. അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ കയറി ആൾക്ക് ഫ്രൂട്ടി മതി എന്ന് പറഞ്ഞ് ഫ്രൂട്ടി മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂത്ത ആൾക്ക് ഫ്രൂട്ടി മേടിച്ച് കൊടുത്തപ്പോഴത്തേക്കും ഇളയാൾ എന്നോട് ചോദിക്കുകയാണ്, എനിക്കില്ലേ ഫ്രൂട്ടി എന്നുള്ളൊരു മട്ടിലെ നോട്ടമാണ് ആളുടേത്. ആൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എനിക്ക് ഇപ്പോൾ ഫ്രൂട്ടി വരുമോ എന്നുള്ളൊരു മട്ടിലാണ് ആൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ കുഞ്ഞിനും വെള്ളം തന്നെ മേടിച്ചു കൊടുത്തു. നമ്മൾ പിന്നെ ഓരോ ലൈം ജ്യൂസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ രാവിലെ നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ട് ഇറങ്ങിയതാണ്. ചായ മാത്രമേ കുടിച്ചുള്ളൂ. രാവിലെ 8:30 ഇറങ്ങിയതുകൊണ്ട് രാവിലത്തെ ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. പിന്നെ നമ്മളിവിടുന്ന് വെള്ളം കുടിച്ചു, അതുപോലെ കഴിക്കാനായിട്ട് ചെറിയ സ്നാക്സൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ പോയത്. പിന്നുള്ള വീഡിയോസ് നമ്മൾ പിടിച്ചിട്ടില്ല കേട്ടോ. അവിടെ ചെന്നതിനുള്ള വീഡിയോസാണ് പിന്നീട് ഉള്ളത്. നമ്മൾ
ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. കോട്ടയം ചൈതന്യ ഓഡിറ്റോറിയത്തിലാണ്. സത്യം പറഞ്ഞാൽ നമുക്കിവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് സന്തോഷമായത്. ഓഡിറ്റോറിയം മാത്രമല്ല, ഇവിടെ ചിൽഡ്രൻസ് പാർക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് നല്ലൊരു ഏരിയ തന്നെ അവിടെ ഉണ്ട്. നമ്മുടെ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഏകദേശം 3 സൈഡ് ഫുള്ള് പാർക്കിൻ്റെ ഒരു ഭാഗം പോലെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ കുട്ടികൾക്ക് പോയിട്ട് കളിക്കാൻ ഇവിടെ എന്തോ പേയ്മെൻറ്റും ചാർജൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ വന്നുകൊണ്ട് നമ്മളവിടെ ജസ്റ്റ് കയറിയെന്നേ ഉള്ളൂ. അല്ലാണ്ട് വരുന്നവരൊക്കെ അവിടെ ചാർജ് കൊടുത്തിട്ട് വേണം കേട്ടോ കയറാനായിട്ട്. അപ്പം നമ്മൾ അവിടെ വന്നപ്പം ഇങ്ങനെ ഓരോന്ന് കണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് കൂട്ടിലൊക്കെ ഇട്ട് മുയൽ, അതുപോലെ ലവ് ബേർഡ്സ്, പിന്നെ വേറെ ഒരുപാട് കിളികളെയൊക്കെ വളർത്തുന്നുണ്ട്. പിന്നെ ഒരുപാട് എന്താ പറയുക, ആനിമൽസിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ആ ഏരിയയിൽ ഫുള്ള്. നല്ല ഭംഗിയുള്ളൊരു പ്രത്യേക ഏരിയയാണ്. കുട്ടികൾ കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ അവിടെ ഫുള്ളൊന്ന് റൗണ്ട് അടിച്ചിട്ടുണ്ട്. ഫുള്ള് ഏരിയ ഒന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജാതിക്കായുടെ തോട്ടവും കാര്യങ്ങളൊക്കെ, തോട്ടമല്ല 2-3 മരങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നമ്മുടെ നല്ല ഭംഗിയുള്ള ഒരുപാട് ഏരിയകളുണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. പക്ഷെ നമുക്ക് ഫുള്ള് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. ഇടയ്ക്കിട്ട് നമ്മുടെ ഇളയാൾ കുറച്ച് പ്രശ്നമായതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ട് പോയതാണ്. കുറച്ചൊക്കെ വീഡിയോസൊക്കെ പിടിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സാധനങ്ങളിലൊക്കെ നമ്മുടെ സല്ലിക്കുട്ടൻ കയറിയിട്ട് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആൾക്ക് അംഗൻവാടിയിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട്, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളതുകൊണ്ട് ആളതിലേക്ക് ധൈര്യമായിട്ട് കയറി കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആൾക്ക് എന്തായാലും ഹാപ്പി ആയിരുന്നു. ആ ഒരു ഭാഗം കണ്ടപ്പോൾ തന്നെ ഫുള്ള് സന്തോഷമായിരുന്നു. കയറാവുന്നതിലൊക്കെ കയറിയിട്ട് കളിച്ചിട്ടൊക്കെയാണ് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചത്. അങ്ങനെ നമ്മളവിടെ ഫുള്ളൊന്ന് എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഓഡിറ്റോറിയത്തിനകത്തേക്ക് പോയത്. അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ്. അപ്പം നമുക്ക് ബാക്കി വീഡിയോസൂടെ കണ്ടു നോക്കൂ കേട്ടോ.
നിൽക്കുന്നത് ജാതിക്കായുടെ മരമാണ്. ഇതിലൊക്കെ നല്ലതുപോലെ കായ നിൽപ്പുണ്ട്. നല്ലതുപോലെ വിളഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ കായ നിൽക്കുന്നത്. ഇതിൽ 3-4 മരങ്ങളുണ്ട്. അപ്പം നമ്മുടെ വ്ലോഗ് ഇഷ്ടമായവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ.